ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വന്ന് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റുന്ന രാഷ്ട്രീയക്കാരില്ലേ, അവർക്ക് പോലും മുട്ടൻ പണിയാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് കൊടുക്കാൻ പോകുന്നത്. 2023 ജൂൺ മാസം അമേരിക്കയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ഇലോൺ മസ്ക് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇലോൺ മസ്ക് പറഞ്ഞത്, ഞാൻ മോദിയുടെ വലിയ ആരാധകനാണ് എന്നായിരുന്നു. ഇത് ഇന്ത്യയിലേക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുള്ളതായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാവിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റേത് രാജ്യത്തെക്കാളും അധികം ശക്തി ഇന്ത്യക്കുണ്ട് എന്നും തൻ്റെ കീഴിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇലോൺ മസ്കിന്റെ ബിസിനസ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. നേരത്തെ ട്വിറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എക്സ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതിന്റെ പ്രവർത്തനം ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ട്വിറ്റർ വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലുമായി മസ്ക് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. എന്നാൽ ടെസ്ല മാത്രമല്ല, ഇന്ത്യയുടെ അനന്തമായ മാർക്കറ്റിംഗ് സാധ്യതകൾ ലക്ഷ്യമാക്കി ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ദൗത്യത്തിന്റെ കീഴിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി പ്രവർത്തിക്കുന്ന സ്റ്റാർലിങ്ക് എന്നറിയപ്പെടുന്ന ഇന്റർനെറ്റ് സംവിധാനം കൂടിയാണ്. ഇതാണ് ജിയോയുടെയും അംബാനിയുടെയും അടിത്തറ ഇളകുവാൻ കാരണമാകുമോ എന്നും, ഇതൊരു ടെക്നോളജി കൊണ്ടും പണം കൊണ്ടുമുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നും സംശയിക്കപ്പെടുന്നത്. നമ്മൾ വളരെ കൗതുകത്തോടും ആകാംക്ഷയോടെയും കാണേണ്ട രസകരമായ ആ അറിവുകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, രണ്ട് സംശയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകും. ഒന്ന്, എന്തിനാണ് ഇലോൺ മസ്ക് തന്റെ ബിസിനസ്സുമായി ഇന്ത്യയിലേക്ക് വരുന്നത്? രണ്ട്, അംബാനിക്ക് ഇത് വെല്ലുവിളിയാകുവാൻ സാധ്യതയുണ്ടോ? ഇലോൺ മസ്ക് തന്റെ ബിസിനസ്സുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. അതുകൂടാതെ ലോകത്തിന്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അത്ഭുതാവഹമാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ന് മാത്രമല്ല, യുവാക്കളുടെ എണ്ണം നോക്കിയാലും ജനസംഖ്യ നോക്കിയാലും പ്രകൃതി വിഭവങ്ങൾ നോക്കിയാലും എല്ലാം വലിയ രീതിയിൽ തുടർന്നും വളരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ കാരണം, കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപാദന ചിലവ് കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അമേരിക്കയും യൂറോപ്പും പോലുള്ള സ്ഥലങ്ങളിലെല്ലാം സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപാദന ചിലവിലും ശമ്പളം കൊടുക്കുന്നതും അവിടെയുള്ള സാധനങ്ങളുടെ വിലയും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വില വലിയ രീതിയിൽ ഉയരുകയും പ്രോഫിറ്റിന്റെ മാർജിൻ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെയാണോ നിർമ്മിക്കുവാൻ പറ്റുക അവിടെ നിർമ്മിക്കുന്നതാണ് കമ്പനികൾക്ക് ഏറ്റവും ഗുണമുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളും ചൈനയിൽ തങ്ങളുടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ നിലവിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും ഉൽപാദന ചിലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ. മസ്കിന്റെ തന്നെ അഭിപ്രായത്തിൽ സോളാർ പവർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററി പാക്ക് തുടങ്ങിയവയുടെ മാർക്കറ്റിൽ വലിയൊരു ഭാവി അദ്ദേഹം ഇന്ത്യയിൽ കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭീമമായ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുള്ളതും. മറ്റൊരു കാരണം ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ മാർക്കറ്റാണ്. കൺസൾട്ടിംഗ് കമ്പനിയായ ഡിലോയ്റ്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 100 കോടി സ്മാർട്ട് ഫോൺസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. 100 കോടി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നും അതിനൊരു അർത്ഥമുണ്ട്. സ്മാർട്ട് ഫോൺ പൂർണ്ണമായിട്ടും ഉപയോഗിക്കണമെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഇന്റർനെറ്റ് മാർക്കറ്റിന്റെ ഭാവിയും ഇന്റർനെറ്റ് മൂലം വരാവുന്ന ബിസിനസ്സുകളുടെ ഭാവിയും ഇന്ത്യയിൽ ഉണ്ട് എന്ന കാര്യം ഇലോൺ മസ്ക് തിരിച്ചറിയുന്നു. അടുത്ത കാരണം, ലോകത്തിലെ പ്രമുഖ കമ്പനികളെല്ലാം ചൈന പ്ലസ് ഞാൻ എന്നൊരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ചൈനയിൽ ഉൽപാദന ചിലവ് കുറവാണ്, തൊഴിലാളികളെ കിട്ടാൻ എളുപ്പമാണ്, നല്ല ജനസംഖ്യയുള്ള രാജ്യമാണ്, ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയിൽ ഉൽപാദനം എന്നത് വളരെ എളുപ്പമായ കാര്യമാണ്. പക്ഷേ ചൈനയിൽ ജനാധിപത്യത്തിന് വിലയില്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിധേയപ്പെടണമെന്നതും ഉൽപാദകരെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇലോൺ മസ്കിനാണെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിയ ഒരു ട്വീറ്റിന്റെ പേരിൽ പല നിയന്ത്രണങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റു കമ്പനികളാണെങ്കിലും എന്നും ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴ്പ്പെട്ട് നിലനിൽക്കും എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവർക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും അവരോട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാനും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് പുറത്ത് ഒരു ഉൽപാദന കേന്ദ്രം കണ്ടെത്തി തങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ തങ്ങളുടെ ഉൽപാദനം അങ്ങോട്ട് മാറ്റാമെന്ന ചിന്ത ലോകത്തെ പ്രമുഖ കമ്പനികൾക്കെല്ലാമുണ്ട്. ചൈന കഴിഞ്ഞാൽ അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? പല കമ്പനികളും അത്തരമൊരു സ്ഥലമായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യക്ക് വലിയ വളർച്ചയുണ്ടാകുവാനും ചൈനയെപ്പോലെ, ചൈന നമുക്കറിയാം ശത്രുരാജ്യമാണ് എന്നും അയൽ രാജ്യമാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ രീതിയിലുള്ള വികസനം ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നിലയ്ക്ക് ഇന്ത്യ എത്താനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തൻ്റെ ബിസിനസ് വളർത്തുവാൻ പറ്റിയ സ്ഥലമായി ഇലോൺ മസ്ക് കാണുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ എന്താണ് ഉപഗ്രഹ ഇന്റർനെറ്റ്? നമുക്കറിയാം, നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നത് മൊബൈൽ ടവർ ഉപയോഗിച്ചിട്ടാണ്. ടവർ നമുക്കറിയാം, അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ലൈറ്റ് സിഗ്നൽ ആയി കൺവേർട്ട് ചെയ്ത് ഡാറ്റാ സെന്ററുകളിലേക്ക് അയക്കുന്നു. ഈ ഡാറ്റാ സെന്ററിൽ നിന്നും തിരിച്ചും വിവരങ്ങൾ നൽകുന്നു. ലോകമാകമാനം ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് വിവിധ സ്ഥലങ്ങളിലുള്ള ഡാറ്റാ സെന്ററുകൾ വഴിയുള്ള കേബിൾ ശൃംഖലയിലൂടെയാണ്. പക്ഷേ ഉപഗ്രഹ ഇന്റർനെറ്റിൽ ഇത്തരം കേബിളുകൾ ഉണ്ടാകില്ല. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റാ സെന്റർ ശേഖരിച്ച വിവരങ്ങൾ നമ്മുടെ ഫോണിലേക്ക് എത്തുന്നത്? വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, കേബിളുകൾക്ക് പകരമാണ് ഇത്തരം സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കേബിളുകൾക്ക് പകരം ഒരു ഉപഗ്രഹമാണ് ഈ പണി ചെയ്യുക. ആ ഉപഗ്രഹത്തിലേക്ക് നമ്മുടെ മൊബൈലിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ നേരിട്ട് അയക്കുകയാണ്. പ്രകാശ വേഗതയിൽ വളരെ പെട്ടെന്ന് നമ്മൾ അയക്കുന്ന വിവരങ്ങൾ ഈ ഉപഗ്രഹത്തിന് കിട്ടുന്നു. ഉപഗ്രഹം ഭൂമിയിലുള്ള ഡാറ്റാ സെന്ററുകളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുന്നു. തിരിച്ചും വിവരങ്ങൾ കിട്ടുന്നു. അത് നമ്മുടെ ഫോണിലേക്ക് എത്തുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നമുക്കറിയാം, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള ഉപഗ്രഹമാണെങ്കിൽ, അതായത് ഭൂമിയുടെ അതേ ഭ്രമണ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമാണെങ്കിൽ, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ഭ്രമണതലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം ഉപഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ സഞ്ചരിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 35,000 കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹത്തെ സ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000-ലധികം ഉപഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർ ലിങ്കിൻ്റെതായിട്ട് ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട്. 10,000 മുതൽ 40,000 വരെ പുതിയ ഉപഗ്രഹങ്ങളെ ഇനിയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അയക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക്. അങ്ങനെയുള്ള സമയത്ത് സദാസമയവും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഉപഗ്രഹങ്ങൾ എല്ലാം ലോ ഓർബിറ്റിൽ ആയതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 350 മുതൽ 550 വരെ കിലോമീറ്റർ ഉയരത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 35,000-ലധികം കിലോമീറ്റർ ഉയരത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്ന അത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നുള്ളത് മാത്രമല്ല, ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആണ് ഇത്തരം ഉപഗ്രഹ ഇന്റർനെറ്റ് വഴി ഉപയോക്താവിന് ലഭിക്കുന്നത്. US-ലും കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലുമടക്കം 36 രാജ്യങ്ങളിൽ ഇതിനോടകം ഇലോൺ മസ്ക് തന്റെ ഉപഗ്രഹ സേവനം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന് വലിയൊരു സാധ്യതയാണ് ഇന്ത്യ തുറന്നുകൊടുക്കുന്നത്. 2022 ഡിസംബർ മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വയർലെസ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകളിൽ 37% റിലയൻസ് ജിയോ ഉപയോഗിക്കുന്ന ആളുകളാണ്. 42 കോടി ആളുകളാണ് റിലയൻസ് ജിയോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ്. ഒന്നാമത് ചൈനയാണ് നിലവിൽ. പക്ഷേ ചൈനയിൽ സ്വകാര്യ ഇന്റർനെറ്റ് പ്രവർത്തിപ്പിക്കുവാൻ പറ്റില്ല. ചൈനയിൽ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ലഭ്യമാകാത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൺട്രോൾ ചെയ്യുന്ന ഇന്റർനെറ്റാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ ഇന്റർനെറ്റ് തന്നെയാണ്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ജിയോയുടെ കാര്യം വ്യത്യസ്തമല്ല. 31% ആകെ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന വീടുകളിലും ജിയോ ആണ് ഉള്ളത്. ഏതാണ്ട് 90 ലക്ഷത്തിലധികം ആളുകളാണ് റിലയൻസ് ജിയോ ബ്രോഡ്ബാൻഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ടവറുകളുടെ ആവശ്യമില്ലാതെ ഉയർന്ന സ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതും ഒരു പിസ്സ ബോക്സിന്റെ അത്രത്തോളം വലിപ്പമുള്ള വളരെ ചെറിയ ആന്റിനകൾ ഉപയോഗിച്ച് ഹൈ സ്പീഡ് നെറ്റ് ലഭ്യമാക്കുന്ന ടെക്നോളജിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് ലിങ്ക് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം പൊട്ടിമുളച്ചു വന്ന ആളല്ല. ഇന്ത്യയിൽ കാലങ്ങളായി ബിസിനസ് ചെയ്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ബിസിനസ്സുകാരനാണ്. എത്ര എതിർത്താലും എത്ര വിമർശിച്ചാലും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികളായ ജിയോയും എയർടെല്ലും അടക്കമുള്ള നിരവധി കമ്പനികൾ ഉപഗ്രഹ ഇന്റർനെറ്റുമായി മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പച്ച പിടിക്കുന്നതിന് മുൻപ് തന്നെ പുതിയ ഓഫറുകൾ കൊടുത്ത് അംബാനിക്ക് മാർക്കറ്റ് പിടിച്ചടക്കാൻ വലിയ ഒരു സാധ്യതയും മുന്നിലുണ്ട്. എന്തായാലും അംബാനിയും ഇലോൺ മസ്കും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കാം. അംബാനിയാണോ ഇലോൺ മസ്ക് ആണോ, ആരാണ് വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് എഴുതണം. നമുക്ക് മറ്റു നല്ല വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.